ഹായ് ഗായ്സ്. ഹലോ. അപ്പൊ ഇന്ന് നമ്മുടെ ബാർസലോണ വ്ലോഗിന്റെ ഡേ 2 ആണ്. അപ്പം ഇന്ന് വേറെ നമ്മുടെ മാർക്കറ്റിലോട്ട് പോയിട്ടുണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട്. അപ്പൊ നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് രാവിലത്തേക്കുള്ള എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ വീട്ടിൽ വാങ്ങിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാണ്. എങ്ങനെയുണ്ടായിരുന്നു? കുറേ നടന്ന് വന്നിട്ട് ഭയങ്കരമായിട്ട് മടുത്തു. ഇപ്പോഴേ ഞങ്ങൾ വേർത്ത് കുളിച്ച്, ഇത് ശരിയല്ല ഗൈസ്, ഇവരിപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കാം. ഞങ്ങളിപ്പോഴേ വേർത്ത് കുളിച്ച് ഞങ്ങൾ പരിപാടിയൊക്കെ തീർന്നു. ഇത് എൻ്റെ ഗ്ലോ വേർത്തേൻ്റെയാണ്. പോവാണ് കേസ്. നമ്മൾ കാംനോയിലേക്ക് പോവാണ്. നമ്മൾ മ്യൂസിയത്തിൽ കയറാൻ പോവാണ്. നമ്മള് നമ്മുടെ മെസ്സിന്റെ ബാലൻഡിയർ ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. നമ്മൾ അതെല്ലാം കണ്ടിട്ടാണ് ഇനി വരികയുള്ളൂ. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ അങ്ങനെ കാം നൂൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ബാഴ്സലോണയുടെ ഒഫീഷ്യൽ സ്റ്റേഡിയം. ബാഴ്സലോണയുടെ മെയിൻ ആണ് സംഭവം. ഇതിപ്പോൾ സ്പോട്ടിഫൈ കാം നൂ എന്നാണ് അറിയപ്പെടുന്നത്. ബാഴ്സലോണ കളിക്കാരെല്ലാം കളിച്ചു വരുന്ന സ്ഥലമാണിത്. നമ്മളിപ്പോൾ മ്യൂസിയം ഒക്കെ കാണാൻ വേണ്ടി കയറാൻ വേണ്ടി നമ്മളിപ്പം ബാർസലോണ സ്റ്റേഡിയത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു വഴിയിലൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഭയങ്കര വെയിലാണ്. സ്റ്റേഡിയം അപ്പൊ ഞങ്ങൾ പോകാന്ന് വിചാരിച്ചു കേസ്. ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ പ്ലാനില് ഈ സ്റ്റേഡിയം ഉണ്ടായിരുന്നില്ല, പക്ഷേ പിന്നെ പെട്ടെന്നാണ് നമ്മൾ തീരുമാനിച്ചത്. നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പൊ നമ്മള് എന്തായാലും ഇവിടം വരെ വന്നിട്ട് ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഈ സ്റ്റേഡിയം കാണാണ്ട് പോയി കഴിഞ്ഞാൽ അത് മോശമല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മള് സ്റ്റേഡിയം കാണാനായിട്ട് എല്ലാവരും എന്തായാലും വന്നിട്ടുണ്ട്. എല്ലാവരും റെഡിയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അടുത്തത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവാൻ. ഞങ്ങൾ കയറാറായിട്ടില്ല. ഞങ്ങൾക്ക് ഇനി സമയം ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ശകലം പള്ളിയിലേക്ക് കയറും. ഈ പള്ളി ഇത് എത്രയോ വർഷങ്ങൾക്ക് പള്ളിയാണ്, പക്ഷെ പണി തീർന്നതാണ്. യെസ്, ഈ അടുത്താണ് ഇതിന്റെ ഫുൾ പണി തീർന്നത്, ഉദ്ഘാടനം കഴിഞ്ഞത്. ഞങ്ങൾ കറക്റ്റ് ടൈമിൽ വന്നു. ഞങ്ങൾ തിന്നാൻ പോവാം. വിശപ്പ്.
വീട്ടിലേക്ക് പോവാണ്. ഓക്കെ, ബൈ. പോകുന്ന വഴിക്കോടെയും റോട്ടിലും എല്ലായിടത്തും ഫുള്ള് പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് നമ്മൾ തൃശ്ശൂർ പെരുന്നാളിനൊക്കെ പോകുന്ന സമയത്ത് അമ്പ് കയറുന്ന സമയത്ത് സൈഡിൽ അവിടെ ഇവിടെയൊക്കെ വീടുകളിൽ പടക്കം പൊട്ടിക്കും. അതുപോലത്തെ ഒരു ഫീലാണ് ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഇതിൻ്റെ സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ. വല്ലാണ്ട് മടുത്തു ഇന്നത്തെ യാത്ര. എല്ലാവരും ശരിക്കും ക്ഷീണിച്ചു. വന്ന കോലത്തിലൊന്നല്ല ഇപ്പോൾ വന്നിട്ട് എല്ലാവരും ഒരു പരിവിലായി. എല്ലാവർക്കും വയ്യാണ്ടായി. ഫുള്ള് ഇവിടെ പടക്കവും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോവാണ്.